വാർത്തകൾ തുടരുകയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് മറുപടിയുമായി അദാനി ഗ്രൂപ്പ് തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിനെതിരെയുള്ള കരുതുകൂട്ടിയുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. 413 പേജുള്ള വിശദമായ മറുപടിയാണ് അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത്. അനഘയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അനഘ, കമ്പനിയായ ഹിൻഡൻബർഗിന് അദാനി ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന് ഓഹരി വിപണിയിലടക്കം വലിയ തകർച്ച നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറുപടിയുമായി അദാനി ഗ്രൂപ്പ് എത്തിയത്. രാജ്യത്തിനെതിരെ ആസൂത്രിതമായ നീക്കമാണെന്നും കമ്പനിക്കെതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെയാണ് ഹിൻഡൻബർഗിന്റെ ആരോപണമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ഹിൻഡൻബർഗിന്റെ 88 ചോദ്യങ്ങളിൽ 68 എണ്ണത്തിനും വാർഷിക റിപ്പോർട്ടിൽ മറുപടിയുണ്ടെന്ന് അദാനി ഗ്രൂപ്പ് പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിനും വികസനത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് ഷോർട്ട് സെല്ലർ ഗ്രൂപ്പായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടെന്നാണ് അദാനി പറയുന്നത്. വിദേശത്ത് ഷെൽ കമ്പനിയുണ്ടെന്ന ആരോപണം തെറ്റാണെന്നും യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ചുള്ള റിപ്പോർട്ടാണെന്നും അദാനി ഗ്രൂപ്പ് ആവർത്തിക്കുന്നു. അദാനി ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുന്നെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നെന്നും പറഞ്ഞ് ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരുന്നു. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഓഹരി മൂല്യത്തിൽ വലിയ ഇടിവായിരുന്നു അദാനി ഗ്രൂപ്പ് നേരിട്ടത്. ഇന്ന് ഓഹരി വ്യാപാരം ആരംഭിക്കാനിരിക്കെയാണ് അദാനി ഗ്രൂപ്പ് പ്രതികരണവുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. അനഘയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അനഘ, എന്തൊക്കെ കാര്യങ്ങളാണ് അദാനി ഗ്രൂപ്പ് ഈ മറുപടിയിൽ പറയുന്നത്? ഫിറോസ്, കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുന്ന ഒരു വിഷയമാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അദാനി ഗ്രൂപ്പ് ഓഹരികളിലും അതുപോലെ തന്നെ ബാങ്കിംഗ് ടെക്നോളജി ഓഹരികളിലും ഉണ്ടായ വിൽപ്പന നിക്ഷേപകരുടെ ഒരു സമ്മർദ്ദത്തെ അല്ലെങ്കിൽ നിക്ഷേപകർക്കൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അത്തരം ആശങ്കകൾക്കും അതുപോലെ തന്നെ അത്തരം ചോദ്യങ്ങൾക്കുമൊക്കെ ഒരു ഉത്തരമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശുഭപ്രതീക്ഷ എന്ന നിലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപകരുടെ വികാരത്തെ തളർത്തിയെങ്കിലും വ്യാപാരം ആരംഭിച്ച് ആദ്യ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യൻ ഇക്വിറ്റി ബെഞ്ച് മാർക്കുകൾ മികച്ച തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. BSE സെൻസെക്സ് 900 പോയിന്റിനടുത്ത് ഉയർന്നിരിക്കുന്നു. അതുപോലെ NSE 17,700 കടന്നിരിക്കുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ഇടിഞ്ഞിരുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്ന അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ആദ്യ വ്യാപാരത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു നേരിട്ടിരുന്നത്. ഒരു മികച്ചത് അല്ലെങ്കിൽ ഒരു താഴ്ന്ന രീതിയിൽ എന്ന നിലയ്ക്ക് പറയാനില്ല, അതിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു നേരിട്ടിരുന്നത്. എന്നാൽ ഇന്ന് ആദ്യ അരമണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ നല്ലൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതായത് മുൻനിരയിലുള്ള അദാനി എന്റർപ്രൈസസ് 10% ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ 4 എണ്ണമാണ് ഉയർന്നത്. ഈ ഉയർച്ച പറയുന്നതോടൊപ്പം തന്നെ അദാനി ടോട്ടൽ ഗ്യാസ്, അതുപോലെ തന്നെ അദാനി ട്രാൻസ്മിഷൻ, അദാനി ഗ്രീൻ എനർജി എന്നിവ രാവിലെ വ്യാപാരത്തിൽ 17% വരെ ഇടിഞ്ഞിരിക്കുന്നു എന്നതും ഒരു പ്രധാന വസ്തുതയായിട്ട് നോക്കി കാണേണ്ടിയിരിക്കുന്നു. 2 നിഫ്റ്റി സൂചിക ഓഹരികളായിട്ടുള്ള അദാനി പോർട്സും അദാനി എന്റർപ്രൈസസും രാവിലെ വ്യാപാരത്തിൽ 10% നേട്ടമുണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് അദാനി ടോട്ടൽ ഗ്യാസ് 19.16%, അതുപോലെ തന്നെ അദാനി ഗ്രീൻ 15.57% ഒരു ഇടിഞ്ഞ രീതിയിലേക്ക് പോകുന്നത്. അദാനി ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ജനുവരി 27 FPO ആരംഭിച്ചു. ഇത് ജനുവരി 31 അവസാനിക്കുകയും ചെയ്യും. ജനുവരി 31 എന്ന് പറയുമ്പോൾ നാളെയാണ് ഇത് അവസാനിക്കാനിരിക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ആദ്യ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു തളർച്ച നേരിട്ടിരുന്നു എങ്കിലും ഇപ്പോൾ ഇന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ ഒരു ശുഭപ്രതീക്ഷ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അനഘ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് മറുപടിയുമായി അദാനി ഗ്രൂപ്പ് തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ്, ഇത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണെന്നാണ് അദാനി ഗ്രൂപ്പ് മറുപടിയിൽ വ്യക്തമാക്കുന്നത്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ കോപ്പിയടി ആരോപിച്ച് കേരള സർവകലാശാലയിൽ ഇന്ന് പരാതി നൽകും. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകുക. ചിന്തയ്ക്കെതിരെ KSU പ്രതിഷേധം സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തും. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, ഒരു വലിയ വിവാദമായിരിക്കുന്നു ചിന്തയുടെ ഗവേഷണ പ്രബന്ധം. എന്തൊക്കെ